കേന്ദ്ര സർക്കാരുമായുള്ള ആശയവിനിമയത്തിൽ ധനകാര്യ മാനേജ്മെന്റിൽ എത്രത്തോളം ഈ സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കിയെന്നതൊക്കെ സതീശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പൊളിച്ചെഴുതുക എന്നുള്ള വലിയൊരു ദൗത്യം മുഖ്യമന്ത്രിക്ക് ധനകാര്യമന്ത്രിക്ക് മുന്നിലുണ്ട്. അത് പക്ഷേ അത്ര എളുപ്പവുമല്ല നമ്മുടെ ധനസ്ഥിതിയൊക്കെ അനുസരിച്ച്. ആ വെല്ലുവിളി കൃത്യമായി ഏറ്റെടുത്ത് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനുള്ള തയ്യാറെടുപ്പും ആസൂത്രണവും വേണം. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു തയ്യാറെടുപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാമ്പത്തിക വിദഗ്ധരുമായിട്ട്, അതിപ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയം നോക്കാതെ വളരെ കൃത്യമായി ധനകാര്യ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കുറച്ചുകൂടി അഭിപ്രായം കേട്ട് ഒരു പ്രാക്ടിക്കലായ പ്രായോഗികമായ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്? തീർച്ചയായിട്ടും എല്ലാ ധനമന്ത്രിമാരും ചെയ്യുന്നത് പോലെ സമൂഹത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള തുറകളിലുള്ള വ്യക്തികളും പ്രധാനപ്പെട്ട വ്യക്തികളുമായി നമുക്കറിയാം. സാധാരണ ബജറ്റിന് മുമ്പ് ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങി വ്യവസായ രംഗത്തെ പ്രമുഖർ മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലെ ആളുകളുമായൊക്കെ ചർച്ച നടത്താറുണ്ട്, വ്യവസായികളുമായും. അതുപോലെ ഇത്തവണ അതിനപ്പുറത്തേക്ക് ഈ യുവജന സംഘടനകളടക്കമുള്ളവരുമായി മുഖ്യമന്ത്രി ധനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. എങ്ങനെ വേണം അവരുടെ പ്രതീക്ഷ എല്ലാം നമുക്കറിയാം. ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ആളിന്റെയും, ഒരു സംസ്ഥാനത്തെ ഓരോ ആളുകളുടെയും ഒരുപക്ഷെ ഒരു വർഷത്തെ അതിനുമപ്പുറത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിലേക്കുള്ളവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബജറ്റ്. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യമാണ്. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പ്രതീക്ഷകളുണ്ട്, മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാർ ഡ്രൈവർമാർക്കുമൊക്കെ അവരുടേതായ പ്രതീക്ഷകളുണ്ട്. അങ്ങനെ ഓരോ വിഭാഗത്തിനും വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ബജറ്റിൽ ഉണ്ടാകാൻ പോകുന്ന വിദ്യാഭ്യാസപരമായ നിർദ്ദേശങ്ങൾ. ഉന്നത വിദ്യാഭ്യാസമായാലും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസമായാലും ഒക്കെ അത്തരം പ്രതീക്ഷകളൊക്കെ ആ മേഖലകളിൽ അവർക്കുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗ ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് ബജറ്റ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുമായൊക്കെ കൂടിക്കാഴ്ച വി.ഡി. സതീശൻ ഈ ബജറ്റിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയിരുന്നു. സാമ്പത്തിക വിദഗ്ധരുമായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഡെവലപ്മെന്റ് തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും വളരെ ഡീപ്പായ, വളരെ ആഴത്തിലുള്ള പഠനം നടത്തിയ ശേഷമാണ് ബജറ്റിലേക്ക് കടക്കുന്നത്. എല്ലാ സർക്കാരുകൾക്കും എല്ലാ ധനമന്ത്രിമാർക്കും ലഭിക്കുന്ന ഒരു അവസരമല്ല ഇത്. അതിനു മുമ്പൊരു ധവളപത്രം ആ രീതിയിൽ ഇറക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. സംസ്ഥാനത്തെ രാജ്യത്തെ ഇന്ധനവില വർധന, അത് സംസ്ഥാനത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം ആവശ്യം ഉയർന്നത് പ്രതിപക്ഷത്തു നിന്നാണ്. അധിക നികുതി, അധിക വരുമാനം ലഭിക്കുക, സെസ് ഒഴിവാക്കാനെങ്കിലും സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കേന്ദ്രം ഒരു തവണ ഒഴിവാക്കി, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം പലതവണ ആവശ്യപ്പെട്ടതാണ്. അത് ചർച്ചയിൽ വരുമ്പോൾ പൂർണ്ണമായും തള്ളിക്കളയാൻ വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. വരട്ടെ, ഓരോ ദിവസവും വില കയറുന്ന ഒരു പ്രതിഭാസമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ട്. 4-5 തവണ അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ വില കൂടുമ്പോൾ രാജ്യത്തും അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴും കൂട്ടുന്നില്ല എന്ന വിമർശനമുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. എവിടം വരെ എത്തി നിൽക്കും ഈ വില എന്നറിയട്ടെ, അതിനുശേഷം അത് വില കുറയ്ക്കുന്ന തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് ഈ ബജറ്റിൽ പാലിക്കുമോ എന്ന കാര്യം കൂടി വളരെ ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. കാരണം അത്രയധികം ബുദ്ധിമുട്ട് വിലവർദ്ധനയുടെ ഉണ്ടാകുന്നു. ഇപ്പോൾ യുദ്ധം മാറുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാൻ, അതിലൂടെ ജനങ്ങൾക്ക് ഒരു ആശ്വാസം, 2-3 രൂപയെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ വി.ഡി. സതീശൻ സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് രഞ്ജിത്ത് സൂചിപ്പിച്ച ഇത്തരത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ മിസ്മാനേജ്മെന്റ് എന്ന ആരോപണം സംസ്ഥാനത്തെ സാമ്പത്തിക കെടുതിയിലേക്ക് കൊണ്ടുപോയത് ധനകാര്യ മിസ്മാനേജ്മെന്റാണ്. അതിനൊരു അറുതി വരുത്തണം. നികുതി ചോരുന്ന വഴികൾ നിരവധിയുണ്ട്, അതടയ്ക്കണം. കഴിഞ്ഞ 2001 മുതൽ നിയമസഭയിൽ 2001 ശേഷം അദ്ദേഹം ഒരുപക്ഷെ 2006 മുതലെങ്കിലും ഈ ധനപരമായ കാര്യങ്ങളിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വളരെ കൃത്യമായ പഠനം നടത്തിയ ആളാണ് വി.ഡി. സതീശൻ. വളരെ അവഗാഹമുള്ള ആളാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന് സ്വാഭാവികമായും ഈ ദീർഘനാൾ നീണ്ട, ഏതാണ്ട് 2001 മുതൽ നോക്കിയാൽ 25 വർഷം നീണ്ട നിയമസഭാ ജീവിതമുണ്ട്. അന്ന് അദ്ദേഹം പഠിച്ച, വിമർശിച്ച കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി അദ്ദേഹത്തിന് പ്രവൃത്തി പദത്തിലേക്ക്, പ്രായോഗികതയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും വലിയ അവസരം കൂടിയാണ് ഈ ധനമന്ത്രി എന്ന ആദ്യ ബജറ്റ് അവതരിപ്പിക്കാനെത്തുമ്പോൾ ഉണ്ടാവുക. ആ അവസരം എങ്ങനെ വി.ഡി. സതീശൻ പ്രയോജനപ്പെടുത്തും? കഴിഞ്ഞ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് പല തലത്തിലുള്ള ധനാഗമ മാർഗങ്ങളുണ്ട്, പണം വാങ്ങിയെടുക്കേണ്ടതുണ്ട്. അതിൽ സംസ്ഥാനം വീഴ്ച വരുത്തിയെന്ന് പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം ആരോപിച്ചതാണ്. നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ വിസ്മയങ്ങൾ സതീശന്റെ കന്നി ബജറ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ 2011 ധനകാര്യമന്ത്രി ആകേണ്ട ആൾ കൂടിയാണ് വി.ഡി. സതീശൻ. നമുക്കറിയാം, അന്ന് പല രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ടും രാഷ്ട്രീയമായ പല കാര്യങ്ങൾ കൊണ്ടും സതീശൻ അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാകാൻ കഴിഞ്ഞില്ല. അന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് സതീശൻ വളരെ കൃത്യമായ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ആ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ കാലം കാത്തുവെച്ച ഒരു നീതിയുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയായും ഒപ്പം ധനകാര്യമന്ത്രിയായി കൂടി സതീശൻ
ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു നമ്മുടെ കേരള നിയമസഭയിൽ. ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഇപ്പോൾ ഈ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ്, എപ്പോഴാണ് അദ്ദേഹം ഇറങ്ങുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ. നമ്മോടൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാൻ കുര്യനും വി അരുണുമാണ്. അല്പസമയത്തിനകം തന്നെ അവരിലേക്ക് തിരിച്ചു വരാം എന്നും പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും വളരെ തിരക്ക് പിടിച്ച കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി തൻ്റെ കന്നി ബജറ്റ് അവതരണത്തിലേക്ക് പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.